ഓഡിഷൻ നടക്കുന്നു. ആ മുറിയിലേക്ക് ഒരു തടിയൻ ചിന്നലൊക്കെ ഇറങ്ങിക്കാനൊക്കെ വന്നത്. ക്ലാസ്സിൽ അന്നത്തെ കാലത്ത് 100-95 മാർക്ക് കൊടുത്തു. 0 കൊടുത്തവൻ പ്രശസ്തനാണ്. അത് ഞാൻ ആളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? ഗുഡ് ഈവനിങ് മിസ്റ്റർ പ്രസാദ് നരേന്ദ്രൻ. സിനിമ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. സിനിമയിൽ ഒരിക്കൽ മുഖം കാണിച്ചാൽ മതി, പിന്നെ ചിത്രമാണ്. സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ്, പേര് മോഹൻലാൽ. അദ്ദേഹം ഒരു അവതാരമാണ്. It's such a dream to have an actor who delivers. Then you don't have to worry about the scene. You just have to capture it. വളരെ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരാളെ. ഈസ് ഗ്രേറ്റസ്റ്റ് ആക്ടർ ഇൻ ദി കൺട്രി. അഭിനയത്തിന്റെ ഒരു ചക്രവർത്തിയാണ് അദ്ദേഹം. മമ്മൂട്ടി പല വേഷങ്ങളിൽ വന്ന് കൊട്ടിയാടുന്നു. RDXിലെയും മഞ്ഞുമലിലെയും പിള്ളേർ വന്ന് ബോക്സ് ഓഫീസിനെ തൂക്കിയടിക്കുന്നു. രംഗണ്ണനും മാർക്കോയും മലയാള സിനിമയുടെ അതിരുകളെ തന്നെ മാറ്റിവരച്ചു. പക്ഷേ ആ ചോദ്യം അവിടെ ബാക്കിയായി. മലയാളത്തിന്റെ മോഹൻലാൽ എവിടെ? ആ തെരുവിലാണ് സേതുമാധവനെല്ലാം നഷ്ടപ്പെട്ടത്. മോഹൻലാലിൻ്റെ തുടർച്ചയായിട്ട് 10 പടങ്ങൾ ഫ്ലോപ്പായി എന്ന് വിചാരിക്കുക. കൊതിക്കുകയാണ് ഒരു ദിവസം ഒരു പെർഫോമൻസും ഒരു സിനിമയെ കണ്ടിട്ട്. ലാലേട്ടൻ്റെ അഭിനയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് വയ്യ, പറ്റുന്നില്ല. എന്റെ പൊന്നു ബ്രോ, ലാലേട്ടൻ പൊളിച്ചടുക്കി എന്ന് പറയാൻ കൊതിയാവേ, സത്യം പറയല. എല്ലാവരും മോഹൻലാലിനെ കുറ്റം പറയും, മോഹൻലാൽ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നല്ല ആഞ്ഞിച്ചിട്ട് വിളിക്കും. ടു ബി വെരി ഫ്രാങ്ക്, ലാലേട്ടന് ഈ റോള് കംപ്ലീറ്റ്ലി മിസ്കാസ്റ്റ് ആണ്. ഇറങ്ങി ഓടിയാലോ ആദ്യം വന്ന കാണല്ലേ പേര് കഴിഞ്ഞാൽ ലാലേട്ടൻ നിൽക്കൂല. ഒറ്റ പടം മതി. തമ്പി ത്തേക്ക് മേൽപ്പറഞ്ഞ സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും ഉടമസ്ഥാവകാശവും നടത്തിപ്പവകാശവും മറ്റൊരു വ്യക്തിയിൽ ഞാൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അധികാരകാല പരിധി തീരും വരെ അവൻ ഭരിക്കുകയും അനുഭവിക്കുകയും ചെയ്യും. പിന്നീട് അവൻ തീരുമാനിക്കും മുകളിൽ പറഞ്ഞ അവകാശങ്ങളിൽ ആർക്കൊക്കെ എന്തൊക്കെ വിഹിതം വേണമെന്ന്.